ഇതിനൊക്കെ 25 രൂപയോളോ. ഈ പടർന്ന് നിൽക്കണേന് ഇവിടെ വെറും 60 രൂപക്കാണ് കിട്ടുന്നത്. പൂനെന്ന് ഇറക്കുന്ന പല ചെടികൾക്കും വിലക്കുറവിന് ഇവിടെ കൊടുക്കാൻ പറ്റും. വെൽക്കം ബാക്ക് ടു പഞ്ച് ക്രിയേഷൻ. ഐ ഹിസ്സ. ഞാൻ ഒരു ചെടി വീടിൻ്റെ വീഡിയോ ചെയ്തിരുന്നു. അതിൻ്റെ സെക്കൻഡ് പാർട്ടായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് ഈ പോളി ഹൗസിൻ്റെ ഉള്ളിലത്തെ ചെടികളാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരുന്നത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഉള്ളിലത്തെ കാഴ്ചകളിലേക്ക് പോകാം. അതിനു മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സോ ലെറ്റ്സ് ഗെറ്റ് ടു ദ വീഡിയോ. അപ്പോൾ ഇതൊക്കെ പോളി ഹൗസിൻ്റെ പുറത്ത് സെറ്റ് ചെയ്തിട്ടുള്ളതാണ്. ഇവിടെ കൂടുതലും വെർട്ടിക്കൽ പ്ലാന്റ്സ് ആണുള്ളത്. ഇത് വർഷങ്ങളുടെ വളർച്ചയുള്ള ഒരു ഡംപ്കേനാണ്. ഇനി നമുക്ക് പോളി ഹൗസിലേക്ക് ഒന്ന് കടന്നു നോക്കാം. ഇവിടെ ഇൻഡോർ പ്ലാന്റ്സും ഹാങ്ങിങ് പ്ലാന്റ്സും പിന്നെ സക്കുലൻസിൻ്റെയും കുറേ കളക്ഷൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതൊക്കെ ഒന്ന് നോക്കാം. അപ്പോൾ ഇതിൻ്റെ ലൊക്കേഷൻ വരുന്നത് തൃപ്രയാറും കൊടുങ്ങല്ലൂരും ഇടയിൽ എടമുട്ടം പാലപ്പെട്ടി എന്ന സ്ഥലത്താണ്. അവിടെ സരസ്വതി വിലാസം എന്ന സ്കൂളിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടാണ് നമ്മുടെ ഈ ചെടി വീട് വരുന്നത്. ഇങ്ങോട്ട് കടക്കുമ്പോൾ തന്നെ കുറച്ച് ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇത് സ്പാനിഷ് ഡാഗർ എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ്. ഇത് ബോൺസായി ട്രീ ആണ് ട്ടാ. ഇവിടൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത് പെന്നിവേർട്ട്, ഫേണ്, പിന്നെ ഫിലോഡെൻഡ്രോന്റെ കുറച്ച് വെറൈറ്റീസ് ആണ്. ഇത് റെഡ് ലാറ്റൻ പാമാണ്. ഇത് പോയിൻസെറ്റിയ പ്ലാന്റ്സ് ആണ്. ഇത് ഫ്ലവറിംഗ് പ്ലാന്റ് ആയ ഹൈഡ്രാഞ്ചിയ പ്ലാന്റ് ആണ്. ഇതെല്ലാം മുളക് തൈൻ്റെയും പിന്നെ പയറിൻ്റെ ഒക്കെ തൈകളാണ്. ഇവിടെ സിങ്കോണിയത്തിൻ്റെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട്. പിന്നെ അഡീലിയത്തിൻ്റെ കുറേ കളക്ഷൻ ഉണ്ട്. അപ്പോൾ ഈ ഗാർഡൻ ടൂറിൻ്റെ ഒരു പാർട്ട് 1 ഞാൻ ഇതിനു മുമ്പായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരൊന്ന് പോയി കാണാം. അതിലും കുറേ വെറൈറ്റി പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ. ഇതെല്ലാം സ്വീറ്റ് പൊട്ടാറ്റോയുടെ വെറൈറ്റീസ് ആണ്. ഈ പടർന്ന് നിൽക്കണേന് ഇവിടെ വെറും 60 രൂപക്കാണ് കിട്ടുന്നത്. അതുപോലെ ഇവിടെയുള്ള എല്ലാ ചെടികൾക്കും നല്ല വില തന്നെയാണ് ഉള്ളത്. ഈ കാണുന്നതെല്ലാം കലാത്തിയുടെയും അഗ്ലോണിമയുടെയും കുറേ വെറൈറ്റീസ് ആണ്. ഇതിനെല്ലാം അത്യാവശ്യം നല്ല വില കുറവ് തന്നെയാണ് കേട്ടോ ഉള്ളത്. ഇതൊരു വെറൈറ്റി പ്ലാന്റ് ആണ്. ഇതിന് അഗാവെ ഫിലിഫർ എന്നാണ് കേട്ടോ പറയാം.
ഞാനിവിടെ വിൽപ്പനയ്ക്കുള്ള ചെടികൾ കൊണ്ടുവരുന്നത് നമ്മുടെ നാടൻ ചെടികളൊക്കെ മണ്ണുത്തിയിൽ നിന്നും ബാക്കി കുറച്ച് ഇൻഡോറും കുറച്ച് വിലപ്പെട്ടതായിട്ടുള്ള ചെടികളൊക്കെ എൻ്റെ ഒരു സുഹൃത്ത് വഴി പൂനെയിൽ നിന്നാണ് ഇറക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഈ പൂനെയിൽ നിന്ന് ഇറക്കുന്ന പല ചെടികൾക്കും വിലക്കുറവിന് ഇവിടെ കൊടുക്കാൻ പറ്റും. അതാണ് നമ്മുടെ ഇപ്പോൾ ഈ തണൽ നഴ്സറിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത്. കുറേ ചെടികൾ, കുറേ ഇനങ്ങൾ വളരെ വിലക്കുറവിലൂടെ കൊടുക്കാൻ പറ്റും. മണ്ണുത്തിയിൽ നിന്ന് ഇറക്കുന്ന ചെടികൾ സാധാരണ വിലയ്ക്ക് എങ്കിലും മറ്റുള്ള നഴ്സറികളിലേക്കാളും വിലക്കുറവിന് എനിക്ക് ഇവിടെ കൊടുക്കാൻ കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകൾ ഇവിടെ എന്നെ അന്വേഷിച്ച് വരുന്നുണ്ട്. ഇതൊരു ഹാൻഡ് മെയ്ഡ് ഹാങ്ങിങ് പ്ലാന്റർ ആണ്. അപ്പോൾ ഇതിൽ വെച്ചിട്ടുള്ളത് പോത്തോസിൻ്റെ കുറച്ച് വെറൈറ്റീസ് ആണ്. ഇവിടെ ഉള്ളത് കാക്ടസിൻ്റെയും പിന്നെ സക്കുലൻസിൻ്റെയും കളക്ഷൻസ് ആണ്. ഇവിടെ സക്കുലൻസിൻ്റെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഇതെല്ലാം സ്നേക്ക് പ്ലാന്റ്സ് ആണ്. ഇത് പെപ്പറോമിയ. പിന്നെ ഇതെല്ലാം ക്രിപ്റ്റാന്തസിൻ്റെ വെറൈറ്റീസ് ആണ്. അപ്പോൾ സക്കുലൻസ് 40 രൂപ മുതലാണ് സ്റ്റാർട്ടിങ് വരുന്നത്. അപ്പോൾ ഇവിടെ ഉള്ളത് അലോക്കേഷ്യയുടെയും പിന്നെ കലാഡിയത്തിൻ്റെ ഒക്കെ വെറൈറ്റീസ് ആണ്. ഇവിടെ സീസി പ്ലാന്റിൻ്റെ ഒരുപാട് കളക്ഷൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇതിനൊക്കെ നല്ല വില കുറവ് തന്നെയാണുള്ളത്. ഇതൊക്കെ ഫിലോഡെൻഡ്രോൻ്റെയും പോത്തോസിൻ്റെ വെറൈറ്റീസ് ആണ്. ഇതിനൊക്കെ 25 രൂപയോളം. അപ്പോൾ ഇതൊക്കെ ഫിലോഡെൻഡ്രോൻ്റെ കുറച്ച് വെറൈറ്റീസ് ആണ്. പിന്നെ ഇവിടെ ബിഗോണിയയുടെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഉണ്ട് കേട്ടോ. ഇതെല്ലാം ഫ്ലവറിങ് പ്ലാന്റ്സ് ആണ്. ഈ കാണുന്നതൊക്കെ പെപ്പറോമിയാണ്. ഈ കാണുന്നതിന് വെറും 80 രൂപ ഇവിടെ ഉള്ളൂ. ഞങ്ങൾ ചെടികൾ സ്ഥിരം വാങ്ങിക്കുന്നത് കാരണം ഇവിടുത്തെ വില കുറവ് നമുക്ക് പെട്ടെന്ന് മനസ്സിലാവുന്നുണ്ട്. ഇത് ഗ്ലോക്സീനിയ എന്ന് പറഞ്ഞ ഒരു ഫ്ലവറിങ് പ്ലാന്റ് ആണ്. ഇതുമേ നല്ല ഭംഗിയുള്ള പൂവാണ് ഉണ്ടാവുക.
ഇനി നമുക്ക് ഇവിടെയുള്ള ഹാങ്ങിങ് പ്ലാന്റ്സിൻ്റെ കളക്ഷൻസ് നോക്കാം. അപ്പോൾ ഇവിടെ ഒരുപാട് വെറൈറ്റി ഹാങ്ങിങ് പ്ലാന്റ്സ് ആണ് കേട്ടോ ഉള്ളത്. ഇത് ഫേണിൻ്റെ കളക്ഷൻസ് ആണ്. ഇത് നോർമൽ ടർട്ടിൽ വൈൻ, പിന്നെ ഇത് ക്രീപ്പിംഗ് ചാർലി. ഇത് വാണ്ടറിഞ്ചുയുടെ ഒരു വെറൈറ്റിയാണ്. ഇത് നിയോൺ പോത്തോസ് ആണ്. ഇത് എപ്പീഷ്യ, പിന്നെ ഇതെല്ലാം പെഡിലാന്തസ് ആണ്. ഇതും പെഡിലാന്തസിൻ്റെ ഒരു വെറൈറ്റിയാണ്. ഇത് പർപ്പിൾ ടർട്ടിൽ വൈൻ. ഇത് വാട്ടർമെലൺ പിലോണിയ, പിന്നെ ഇതൊക്കെ ഫിലോഡെൻഡ്രോണിൻ്റെ വെറൈറ്റീസ് ആണ്. ഇത് സക്കുലൻറ്റിൽ പെട്ട ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. സ്ട്രിങ് ഓഫ് ബനാനാസ് എന്നാണ് കേട്ടോ ഇതിനെ പറയാം. ഇതെല്ലാം ഫിലോഡെൻഡ്രോൺ ആണ്. നല്ല ബുഷി ആയിട്ടാണ് കേട്ടോ ഇവിടെ ഫിലോഡെൻഡ്രോൺ വളർന്നു നിൽക്കുന്നത്. ഇതെല്ലാം പോത്തോസിൻ്റെ കളക്ഷൻസ് ആണ്. ഇത് ബേർഡ്സ് നെസ്റ്റ് ഫേൺ ആണ് കേട്ടോ. ഇതെല്ലാം അഗാവെ പ്ലാന്റ്സ് ആണ് കേട്ടോ. ഇവിടെ ഉള്ളത് ആന്തോറിയത്തിൻ്റെയും പിന്നെ ഫിലോഡെൻഡ്രോണിൻ്റെയും കളക്ഷൻസ് ആണ്. ഇതെല്ലാം കലാത്തിയുടെ വെറൈറ്റീസ് ആണ് കേട്ടോ. ഇത് പെർക്കൂറിയ പ്ലാന്റ്സ് ആണ്. ഇത് പീസ് ലില്ലിയാണ്. പിന്നെ ഇത് എൻജോയ് പോത്തോസ്. അപ്പോൾ ഇതാണ് പോളി ഹൗസിൻ്റെ ഉള്ളിലത്തെ ചെടികൾ. അല്ലാതെ നല്ല വില കുറവിനാണ് കേട്ടോ ഇവിടെ കിട്ടണത്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇവിടെ ഒന്ന് വിസിറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. ഈ ചെടി വീടിൻ്റെ ഒരു പാർട്ട് 1 ഞാൻ ഇതിനു മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കാണാത്തവരൊന്ന് പോയി കാണാം. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സോ താങ്ക് യു ഫോർ വാച്ചിങ്.